ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി മീൻ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഈ മീനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കട്ട്ള എന്ന് പറയും, വളർത്ത് മീനാണ്. അതിൻ്റെ പുറത്തെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിത് കഴുകുമ്പോൾ സമയത്തും പൊടിയുപ്പ് നല്ലതുപോലെ ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകിയാൽ മതി. അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചു. ഇനി നമുക്ക് വേണ്ട 2 തക്കാളി എടുക്കണം. നല്ല പഴുത്ത തക്കാളി, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത്, ഒരു 8ഓളം വെള്ളുള്ളി അല്ലി കട്ട് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് അതിൽ മെയിനായിട്ട് നാളികേരപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 മുറിയിലധികം നാളികേരം ചെറിയതിൻ്റെ പാല്, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ല മണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചട്ടിയിൽ തന്നെ വെക്കരുത്, വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മീൻ കറിക്ക് വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായിട്ട് ചേർക്കുക. ഒരു 1/4 സ്പൂണിൽ കുറവായിട്ട് നമ്മളിപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വെള്ളുള്ളി ചേർക്കാം, പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. ഇത് മൂന്നും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ആ വെളിച്ചെണ്ണയിൽ. ഇതേപോലെ ഒന്ന് വഴന്ന് വന്നിട്ട് 1 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി കൊടുത്ത്, ഇനി തക്കാളി പൊടിയായിട്ട് കട്ട് ചെയ്യുക ഇതേ വലുപ്പത്തിൽ. എന്നിട്ട് അതുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അത് ഒരു 1.5 മിനിറ്റ് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാനുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരല്പം മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തക്കാളിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വന്നപ്പോൾ ഒരു 2 കറിവേപ്പില കൂടി ചേർത്തു. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ആ വാളംപുളി പിഴിഞ്ഞ വെള്ളം അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതേപോലെ മീൻ കറി വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഏത് കഷ്ണം മീനായാലും നല്ല രുചി ഉണ്ടാവും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ. ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ ചൂടാക്കി വെച്ച മുളകും മല്ലി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ആ തക്കാളിൻ്റെ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് ശരിക്കും തിക്കായിട്ട് ഇങ്ങനെ വരും, കണ്ടില്ലേ? ഈ സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു രുചിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് ഇതേപോലെ നിരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം നല്ലപോലെ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ മസാലയൊക്കെ ആ മീനിലേക്ക് ശരിക്കും ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഒരുവിധമൊക്കെ ശരിക്കും ഒന്ന് വെന്തു. ആ ഗ്രേവി എല്ലാം കണ്ടില്ല, നല്ല കുറുകി നല്ല കുറുകി വരണം. ഇനി നമ്മൾക്ക് ഉപ്പ് പോരാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പൊടി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളകും പുളിയൊക്കെ നല്ലപോലെ ഒഴിച്ചുകൊണ്ടിട്ട് നല്ല ഉപ്പും എല്ലാം കറക്റ്റായി വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് നമ്മൾക്ക് ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1-2 പാലൊന്നും അല്ല എടുത്തിരിക്കുന്നത്. ഒരു 1/4 മുറിയിലധികം നാളികേരം എടുത്ത് ഒറ്റ പാലെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ശരിക്കും തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ സൂപ്പർ മീൻ കറി സെറ്റായി. ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ ഒന്ന് ചെയ്യാം. ഇനി ഞാൻ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നല്ല കറി ആ തേങ്ങാപ്പാൽ ചേർന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റായി. അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഞാൻ അടച്ചു വെച്ചു. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടതൊരു വറവാണ്. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു അല്പം ഉലുവ എപ്പോഴും ചേർത്ത് കൊടുക്കുക. ഉലുവ എന്ന് പൊട്ടി വരുമ്പോൾ ഒരു 7ഓളം ചുവന്നുള്ളി പൊടിയായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വറവും കൂടി ആകുമ്പോഴാണ് മീൻ കറിക്ക് നല്ല അതീവ രുചി ഉണ്ടാവും. ഈ ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂപ്പായി വരുമ്പോൾ ഒരല്പം മുളക് പൊടി അതുകൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് അടച്ച് വെക്കണം. ശരിക്കും നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. മീൻ കറി കുറച്ച് സമയം ഇരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ തുറന്ന് നോക്കിയിട്ടുണ്ട്. കറി നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയാണ്, അതിൻ്റെ കൂടെ ഈ മീൻ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.